നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. സെപ്റ്റംബറിൽ പഞ്ചാബിൽ നടക്കുന്ന CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി CPI അരൂർ ലോക്കൽ സമ്മേളനം നടന്നു. ഏപ്രിൽ 21-22 തീയതികളിൽ അരൂർ 617 നമ്പർ ഗ്രാമീണ ബാങ്ക് ഹാളിലും അരൂർ മാനവീയം വേദിയിലുമായി നടന്ന സമ്മേളനത്തിൽ നിരവധി പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തു. പ്രതിനിധി സമ്മേളനം, പ്രകടനം, പൊതുസമ്മേളനം, തെരഞ്ഞെടുപ്പ് എന്നിവയായിരുന്നു മുഖ്യ അജണ്ട. LC സെക്രട്ടറിയായി PR ഷാഹൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. അരൂർ മാനവീയം വേദിയിൽ നടന്ന പൊതുസമ്മേളനം CPI സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായ നിരന്തരമായ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയമായ പ്രാധാന്യവും പ്രസക്തിയും നമ്മുടെ രാജ്യത്ത് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന നിലയിലുള്ള നിരന്തരമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നവരാണ് നമ്മളെല്ലാം. പ്രത്യേകിച്ച് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ഇടതുപക്ഷത്തിനുണ്ടായ പരാജയത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ മുന്നിൽ നിർത്തി വലതുപക്ഷ വർഗീയ പിന്തിരിപ്പൻ ശക്തികൾ രാജ്യത്തുടനീളം കമ്മ്യൂണിസ്റ്റുകാരുടെ കഥ കഴിയുകയാണ് എന്ന നിലയിലുള്ള പ്രചരണ വേലകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് സംഘടനാ പ്രവർത്തനങ്ങൾ വളരെ സജീവമാണ്. 31ഓളം രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷക്കാർ ഇന്ന് അധികാരത്തിലുണ്ട്, രാഷ്ട്രീയ അധികാരത്തിലുണ്ട്. നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന, കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്, രാജ്യമാണ് ശ്രീലങ്ക. കേവലം ഒരു കടലിന്റെ മാത്രമാണ്. ആ മരതക ദ്വീപിന്റെ പ്രസിഡന്റായി ഒരു മാർക്സിസ്റ്റുകാരൻ, കമ്മ്യൂണിസ്റ്റുകാരൻ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് നമ്മുടെ ഒന്നും വിദൂരമായ ഭാവിയിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. പക്ഷെ ശ്രീലങ്കയിൽ അത് സംഭവിച്ചു. ഭീകരവാദികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ ഇന്ത്യക്കാരെ ചണ്ഡീഗഡിനടുത്തുള്ള അമൃത്സർ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവന്നു. ഒരക്ഷരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ അടുത്ത സുഹൃത്തിനോട് ഭാരതീയരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ, രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്വത്തിന് ഭീഷണി എന്ന നിലയിൽ ഈ ഭാരതീയരെ പുറന്തള്ളുമ്പോ ഒരക്ഷരം കൊണ്ട് മോദി പ്രതിഷേധം സംഘടിപ്പിച്ചില്ല. 72 ദിവസക്കാലമായി സമരം നടത്തുന്നുണ്ട്. ആ സമരം ഏറ്റവും ആദ്യം പരിഹരിക്കണമെന്നും ആ സമരത്തിന്റെ ആവശ്യങ്ങളോട് ന്യായമായ നിലപാടുകൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുടെ പേര് CPI. ആശമാർ ഉയർത്തുന്ന വിഷയങ്ങൾ ന്യായമാണ്. അടിയന്തര പ്രാധാന്യത്തോടുകൂടി ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാകണം. പക്ഷെ ആശമാരുടെ സമര കേന്ദ്രത്തിൽ നിന്ന് നാൾക്കുനാൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു അക്ഷരം ഉരിയാടാതിരിക്കുകയും നമ്മുടെ ഭരണകൂടത്തിനെതിരെ നിരന്തരമായ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ സമരവും കനകോലുവിന്റെ ദുഷ്ടബുദ്ധിയിൽ നിന്ന് രൂപം കൊള്ളുന്നതാണോ എന്ന് ആരെങ്കിലും സംശയം പറഞ്ഞാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയും. കേന്ദ്രമന്ത്രി, ഞങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള നാടക നടൻ സുരേഷ് ഗോപി പലതവണ ആശമാരുടെ സമരപന്തലിൽ പോയി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് പോകുന്നത്. സ്വാഗത സംഘം ചെയർമാൻ OK മോഹനൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PR ഷാഹൻ സ്വാഗതം ആശംസിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം NS ശിവപ്രസാദ്, ജില്ലാ കമ്മിറ്റി അംഗം TP സതീശൻ, മണ്ഡലം സെക്രട്ടറി PM അജിത് കുമാർ, മണ്ഡലം കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗം MP ബിജു, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ VK ചന്ദ്രബോസ്, MP ദിലീപ് കുമാർ, KP ദിലീപ് കുമാർ, കേരള മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി NM സജീദ തുടങ്ങിയവർ സംബന്ധിച്ചു.